നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രക്കാരനായ പിതാവിന്റെ ഒരൊറ്റ വാശി. വിമാനം വൈകിയത് 3 മണിക്കൂർ. ഡിസംബർ 30 ചൈനയിലെ സിജുവാൻ പ്രവിശ്യയിലെ ബെയ്ജിങ്ങിൽ നിന്ന് ചെക്ഡുവിലേക്ക് പോകുകയായിരുന്ന വിമാനത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. 2 വയസ്സുകാരനായ മകന് തങ്ങളോടൊപ്പം വിമാനത്തിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റ് സൗജന്യമായി അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പിതാവ് വാദപ്രതിവാദവുമായി നിൽക്കുകയായിരുന്നു. ഈ ആവശ്യവുമായി വിമാനത്തിലെ ക്യാബിൻ ക്രൂവുമായി യാത്രക്കാരൻ മണിക്കൂറുകളോളം വാഗ്വാദത്തിലേർപ്പെട്ടു. ഇതോടെ സഹയാത്രികരടക്കം പ്രതിസന്ധിയിലായി. പേര് പുറത്തുവിടാത്ത ഈ യാത്രക്കാരനൊപ്പം അയാളുടെ മകനും മറ്റൊരു വ്യക്തിയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇയാൾ 2 ഫസ്റ്റ് ടിക്കറ്റ് മാത്രമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. 2 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾ വാങ്ങിയതിനാൽ ഒരു കുടുംബാംഗത്തെ എക്കോണമി ക്ലാസ്സിൽ നിന്ന് സൗജന്യമായി ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നായിരുന്നു ഇയാൾ ഉന്നയിച്ച വാദം. എന്നാൽ ഇതിന് ക്യാബിൻ ക്രൂ ജീവനക്കാർ തയ്യാറായില്ല. ഇതോടെ പ്രശ്നം വലിയ വാക്കേറ്റത്തിലേക്ക് നയിക്കപ്പെട്ടു. വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഷാവോ എന്ന പേരുള്ള ഒരു യാത്രക്കാരൻ ചിത്രീകരിച്ച ഈ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും ഈ സംഭവം പുറത്തറിയാൻ കാരണമായതും. ഇതിൽ ഫ്ലൈറ്റ് അറ്റൻഡർമാർ, സുരക്ഷാ ഗാർഡുകൾ, യാത്രക്കാർ എന്നിവരുൾപ്പെടെയുള്ള ഒരു കൂട്ടം ആളുകൾ യാത്രക്കാരനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ അയാൾ അതിന് വഴങ്ങാതിരുന്നതും കാണാവുന്നതാണ്. വിമാനം വൈകിപ്പിക്കുന്നതിൽ അസ്വസ്ഥരായ മറ്റ് യാത്രക്കാർ ഇയാളോട് ആക്രോശിക്കുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അയാൾ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഒടുവിൽ പോലീസ് എത്തി ഇയാളെ വിമാനത്തിൽ നിന്നും ഇറക്കി വിട്ടു. 11 മണിയോടെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനം യാത്ര തുടങ്ങിയത് 2 മണിക്ക്. ഇതോടെ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന 300ഓളം വരുന്ന മറ്റ് യാത്രക്കാർക്ക് തങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റുകൾ വീണ്ടും ബുക്ക് ചെയ്യേണ്ടി വന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒരൊറ്റ യാത്രക്കാരൻ ഉണ്ടാക്കിയ പൊല്ലാപ്പാണ് ഒരു വിമാനത്തിലെ യാത്രക്കാരെ മുഴുവൻ ബാധിച്ചത്. അതേസമയം മറ്റൊരു സംഭവം, വിമാനം വൈകിയ കാരണം വിമാനത്തിലെ യാത്രക്കാർ റൺവേയിൽ നിലത്തിലിരുന്ന് ആഹാരം കഴിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുകയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇൻഡിഗോ 6E219 നമ്പർ വിമാനം വഴി തിരിച്ചുവിടുകയായിരുന്നു. ഗോവയിൽ തന്നെ വിമാനം വൈകി എത്തിയതിനാൽ യാത്രക്കാർക്കും വിമാനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ തിടുക്കമുണ്ടായിരുന്നു. ഗോവ ഡൽഹി വിമാനം 12 മണിക്കൂർ വൈകിയതിനെ തുടർന്ന് മുംബൈ വഴി തിരിച്ചുവിട്ടിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നടപടിയുമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം രംഗത്ത് വന്നു. മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇൻഡിഗോയ്ക്കും മുംബൈ വിമാനത്താവളത്തിനും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്നലെ അർദ്ധരാത്രി ചർച്ച നടത്തിയതിനു ശേഷമാണ് നടപടി. അടിയന്തരമായി മറുപടി നൽകിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് നോട്ടീസിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. യാത്രക്കാർ ആഹാരം കഴിക്കേണ്ടി വന്ന സംഭവത്തിൽ ഇൻഡിഗോ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ഞായറാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് എയർലൈൻ പ്രസ്താവന ഇറക്കിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.